ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അർജുൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് വാനില സ്പഞ്ചാണ് കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരിച്ച് മാറ്റി വയ്ക്കുക. വേറൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ടൊക്കെ ഒന്ന് ബീറ്റായി വന്ന് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒരു 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വാനില സ്പഞ്ച് ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ബാക്കി മൈദയും ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നീട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ടൊക്കെ ഒന്ന് ബീറ്റായി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 160 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇവിടെ കേക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാർബിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ ഈ മഞ്ഞ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറാവണ വരെ അത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നല്ലപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഫ്ലോറിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് 1 ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ പാല് ചേർത്ത് കൊടുക്കുക. അങ്ങനെ അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്ത് വന്നാൽ ഒരു 1/2 കപ്പോളം നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച കേക്കിൻ്റെ ബാറ്ററിയിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് ആദ്യത്തെ ബാറ്ററിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊക്കോ പൗഡർ
വെച്ച് മിക്സ് ചെയ്തല്ലോ, അതിൽ നിന്ന് ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. പിന്നീട് വീണ്ടും വാനിലയുടെ ബാറ്റർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കൊക്കോ പൗഡർ ഇട്ട മിക്സ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിത് ലെയറാക്കിയിട്ട് മൊത്തം കേക്ക് ഫുള്ളായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കയ്യിലുള്ള ടൂപ്പിക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ അല്ലെങ്കിൽ ടീസ്പൂണിൻ്റെ ബാക്ക് ഭാഗമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് 150 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനൊരു 4 സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത സ്പഞ്ച് ഉണ്ടാക്കുന്നത് ബട്ടർ കേക്കാണ്. അപ്പോൾ എങ്ങനെ ബട്ടർ കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നീട് ഒരു 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും പാടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണോ ബട്ടർ ചേർത്ത് കൊടുക്കുക. നല്ല ചൂടാവണം കേട്ടോ. പാല് തിളക്കേണ്ട ആവശ്യമില്ല, ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ മതി. അങ്ങനെ ബട്ടറൊക്കെ മെൽറ്റായി വന്നാൽ നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 180 ഡിഗ്രിയിൽ തന്നെ ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേനും കേക്ക് റെഡി ആയി കിട്ടും. അങ്ങനെ ബട്ടർ കേക്ക് ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് എല്ലാ കേക്കും ഒരു 3 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് മാർബിൾ കേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നീട് കാരമൽ ചെയ്ത നട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്തു കേട്ടോ. എല്ലാ കേക്കും മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തു. ഞാനിത് 2 കേക്കായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ടോൾ കേക്കും പിന്നെ ഒരു സാധാ നോർമൽ കേക്കുമാണ് കേട്ടോ.
അങ്ങനെ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. നമ്മളിത് ജംഗിൾ തീം ആയതുകൊണ്ട് തന്നെ ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്രം കോട്ടൊക്കെ ചെയ്തെടുത്ത ശേഷം വീണ്ടും ഐസിങ് ചെയ്തു കേട്ടോ. ഗ്രീൻ കളറ് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തെടുത്തു. ഇതൊക്കെ മോളാണ് കേട്ടോ ചെയ്യണത്. ജംഗിൾ തീം ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതും വെച്ച് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അറവ കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുല്ല് പോലെയും വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്ത് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മോനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് കണ്ടപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.